ഇച്ചായ ദേ നോക്കിക്കേ, ആ ചെന്താമരയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചു. നല്ല കാര്യമായി പോയല്ലേ. കോടതിയിൽ എന്നിട്ട് പോലും അയാൾക്ക് ഒരു മാനസാന്തരം ഇല്ലാണ്ട് അയാൾ സംസാരിക്കുന്നത്. അയാൾ പറയുവാണ്, ഗാന്ധിജി അല്ല ഞാൻ ഒരു കാരണത്തെ അടിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കാമെന്ന്. നന്നായി പോയി. ഇങ്ങനത്തെ ദുഷ്ടമാർക്ക് വധശിക്ഷ തന്നെ കിട്ടണം. എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലട്ടെ. നീ വിശ്വസിക്കണ്ടേ ഇയാൾ തൂക്കിക്കൊല്ലുന്നു? വധശിക്ഷ വിധിച്ചല്ലോ. കൊള്ളാം. 1991 കേരളത്തിലെ ഏറ്റവും അവസാനമായിട്ട് ഒരാളെ തൂക്കിക്കൊന്നത്. അത് നമ്മുടെ റിപ്പർ രാമചന്ദ്രനാ. അതിനുശേഷം 35 വർഷമായി. ഈ 35 വർഷമായിട്ട് കേരളത്തിൽ ഇതുവരെ ആരെയും വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടില്ല. നല്ല തൂക്കിക്കൊന്നിട്ടില്ല. വധശിക്ഷയ്ക്ക് എല്ലാ കൊല്ലവും ആൾക്കാരെ വിധിക്കും. എല്ലാ കൊല്ലവും 1-2 പേരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കാറുണ്ട്. പക്ഷെ ആരെയും തൂക്കിക്കൊന്നിട്ടില്ല ഇന്നേവരെ. ഏറ്റവും അവസാനമായിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചത് ആ കഷായം ഗ്രീഷ്മനെയാണ്. അതിനു മുമ്പ് വിധിച്ചിട്ടുണ്ട്. ഗോവിന്ദചാമിനെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിച്ചതല്ലേ. അയാൾ ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറയുന്നറിയോ, ബലാത്സംഗം ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൊല്ലണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വധശിക്ഷയെന്ന് മാറ്റി ജീവപര്യന്തമാക്കി കൊടുത്തു പറഞ്ഞ് ഇപ്പൊ സുഖമായിട്ട് ജയിലിൽ കിടക്കണല്ലേ. നമ്മൾ കാട്ടിൽ കയറിയിട്ട് ആനനെ വെടിവെച്ച് വന്നിട്ട് ആനക്കൊമ്പ് ഊരിയിട്ട് ആ കേസിന് നമ്മൾ അത് തൂക്കുമ്പോൾ നമ്മൾ പറയുവാണ്, എനിക്ക് ആനനെ കൊല്ലണമെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, കൊമ്പ് മാത്രം ഇത് ഊരണമെന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ സുപ്രീം കോടതി കണ്ടെത്തിയത്. അതായത് കൊല്ലണമെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, ബലാത്സംഗം മാത്രമേ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നിട്ട് അയാൾ ഇപ്പൊ ജീവപര്യന്തം കിടക്കുമല്ലേ. വിധി മാത്രമേ ഉള്ളൂ, ശിക്ഷ നടപ്പിലാക്കൂല. കഷായം ഗ്രീഷ്മക്ക് ഇപ്പൊ വധശിക്ഷ വിധിച്ചിട്ടില്ലേ. കേരളത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പെണ്ണിനെ വധശിക്ഷ നടപ്പിലാക്കി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും 3 സ്ത്രീകൾ വധശിക്ഷക്ക് വിധി കാത്ത് കിടക്കുന്നുണ്ട്. ഇത് ഇവരിങ്ങനെ കിടക്കും. കുറച്ച് കഴിയുമ്പോൾ 5-6 കൊല്ലം കഴിയുമ്പോൾ ഹൈക്കോടതി ചെല്ലും, കുറച്ച് കഴിയുമ്പോൾ സുപ്രീം കോടതി ചെല്ലും. സുപ്രീം കോടതിയിൽ എന്തെങ്കിലും പറഞ്ഞ് തള്ളും. അതും അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പോകും, അവിടെ നിന്ന് തള്ളും. അല്ലാണ്ട് ഇതൊന്നും നടപടിയാണ്, കേസല്ല. ഈ ഗ്രീഷ്മയുടെ കേസ് തന്നെ സുപ്രീം കോടതി ചെല്ലുമ്പോൾ സുപ്രീം കോടതി പറയും, ഗ്രീഷ്മക്ക് കൊല്ലണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, അവന്റെ വയറും നടക്കണമെന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് വെറുതെ വിടും. ഒരു കാരണവർ അത് കേസിലെ ഷെയറിങ് 3 ജീവപര്യന്തമാണ് വിധിച്ചത്. 3 ജീവപര്യന്തം എന്ന് വെച്ചാല് 14 × 3 42 വർഷം ജയിലിൽ കിടക്കേണ്ട ആളാ. 14 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തിറങ്ങി ഇപ്പൊ സുഖമായിട്ട് ബാംഗ്ലൂർ എവിടെയും കണ്ടുണ്ട്. ഈ 14 വർഷത്തിലാണെങ്കിലാ വർഷത്തിൽ 2 മാസം പോലും അവള് തികച്ച് ജയിലിൽ കിടന്നിട്ടില്ല. അപ്പോഴപ്പോഴേ അവർക്ക് പരവുകളുണ്ട്. കുറച്ച് കഴിയുമ്പോ നമ്മുടെ സൈനൈഡ് ജോലിയില് കൂടത്തായി ആ പുള്ളിക്കാരത്തിനെ ഇതേപോലെ വധശിക്ഷയ്ക്ക് വിധിക്കും. അപ്പൊ എപ്പോഴും നമുക്ക് ഇതേപോലെ സന്തോഷം കിട്ടും, വധശിക്ഷയ്ക്ക് വിധിച്ചല്ലോ എന്ന്. അത് ഹൈക്കോടതി ചെന്ന് കഴിയുമ്പോൾ പറയും, അത് ആട്ട സൂപ്പ് പുള്ളിക്കാരത്തി അറിയാണ്ട് കൊല്ലണം പറഞ്ഞു വിടുന്നതായിരിക്കും. അപ്പൊ കൊല്ലണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കൊല്ലണം എന്നുള്ള ഉദ്ദേശം തെളിയിക്കപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സുപ്രീം കോടതിക്ക് മാത്രം അത് മനസ്സിലാവില്ല, ബാക്കി എല്ലാവർക്കും മനസ്സിലാവും. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിധി എന്നൊക്കെ പറഞ്ഞാൽ, ജീവനം എന്നൊക്കെ പറഞ്ഞാൽ കോമഡിയാണ്. പിന്നെ ഈ വധശിക്ഷ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കണ്ണിൽ ചുമ്മാ ഒന്ന് പൊടിയിടും. ഇപ്പൊ നിനക്ക് കിട്ടിയ സന്തോഷമില്ലേ? അയാളത് തൂക്കിക്കൊല്ലു. വിധിച്ചല്ല, വിധി കിട്ടിയാൽ ഉറപ്പായി. വിധി നടപ്പിലാക്കൂല, വെറും വാഗ്ദാനം, ഒന്നും നടക്കാൻ പോണില്ല.